സുധി വാത്മീകം. അതിലെ നായികയാണ് ഡോക്ടർ സ്വാതി. ശരിക്കും അലോപ്പതിയാണോ നല്ലത്, ആയുർവേദമാണോ നല്ലത്? അജു വർഗീസിന് എന്താ അസുഖം? വയറിടയ്ക്ക് അപ്സെറ്റ് ആവും. ഒന്ന് കുറേച്ച കഴിക്കാൻ പറയണം അജുവിനോട്. ആള് കാണാൻ ഇങ്ങനെ സുന്ദരനാ, ഒറ്റ നോട്ടത്തിൽ സുന്ദരനാ. കുറെ നേരം നോക്കിക്കരുത്, എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഫീൽ ചെയ്യും. അവനും മലരും ഇവളും മലരും, എങ്ങനെ ഞാനും മലരും. യശോദ കൃഷ്ണരാരാ. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തന്നെ ഇഷ്ടമായിരുന്നു. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? നമസ്കാരം. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സ്നേഹപൂർവ്വം തന്നെ നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരജേട്ടൻ. നമസ്തേ, സുഖാണല്ലോ എല്ലാവർക്കും? റെഡിയാണോ? പവറോട് കൂടി ഒരു കയ്യടി അടിച്ചേ. ഈ കയ്യടിയാണ് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. കഥയ മമ കഥയ മമ കഥകളതി സാഗരം കഥകളതി സാഗരം. പാടിയത് കറക്റ്റ് ആണോ? നന്നായിട്ട് പാടി. എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജേട്ടൻ കഥകളുടെ ഒരു സാഗരമാണ് എന്നാണ് ഞാൻ ഈ പാട്ടിലൂടെ. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ ഇപ്പൊ എനിക്കൊരു വലിയ ബാധ്യതയായി. ഇപ്പൊ എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കും ഒരു കഥ പറഞ്ഞു. അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചോണ്ട് പെട്ടെന്ന് ഇത് കഥയല്ല, ശരിക്കും നടന്നൊരു സംഭവമാണ്. നമ്മുടെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള ഇലക്ഷനെല്ലാം കഴിഞ്ഞു. അതിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു. അത് രാവിലെ തന്നെ അനൗൺസ് ചെയ്തു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജയിച്ചു. അപ്പോൾ ജയിച്ച നമ്മുടെ ഒരു വനിതാ മെമ്പർ അവിടെ ജയിച്ചു, ഗംഭീരമായിട്ട് ജയിച്ചു. ജയിച്ചെന്നറിഞ്ഞ ഉടനെ വനിതാ മെമ്പറെ സ്വന്തം ഭർത്താവ് വന്നിട്ട് അങ്ങ് തോളിലെടുത്ത് കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറക്കുന്നില്ല. അപ്പൊ അണികളും കൂടെ ഉണ്ട്. ഇങ്ങനെ ഇറക്കാതെ ഇങ്ങനെ നടന്നു. രാത്രി 12:30-1 മണി സമയത്താണ് അയാള് സ്വന്തം ഭാര്യയെ, ജയിച്ച സ്ഥാനാർത്ഥിയെ താഴെ വെക്കുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ ഇത്രയും നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് കിടന്ന് തോളും കഴിക്കില്ല? അതല്ലടോ, ഞാൻ ഇറക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ അണികളിൽ തോളിലേറ്റാൻ വേണ്ടി നിൽക്കല്ലേ, പിന്നെ എന്റെ ഭാര്യ എനിക്ക് കിട്ടുമോ? നാട്ടുകാരിങ്ങനെ തോളിലേറ്റിക്കൊണ്ട് പോകൂലേ? അങ്ങനെ നടന്നൊരു സംഭവമുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ചിരിച്ചതാണ്. ഇനി നമുക്ക് കൂടുതൽ ചിരിക്കാനും കൂടുതൽ വിശേഷങ്ങളിലൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാണെന്നല്ലേ? ആരാണ്? അതെ, നമുക്കൊരു പുതുമുഖമാണ് സുരാജേട്ടാ. സുധി വാത്മീകം എന്ന സിനിമയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടറാണ് രഞ്ജിത്ത് ശങ്കർ. അതുപോലെ തന്നെ ജയസൂര്യ കൂട്ടുകെട്ടിന്റെ പുതിയ ചിത്രമാണ് സുധി വാത്മീകം. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ സ്വാതി. സ്വാതി. जिया चले जा चले जिया चले जा चले नेनु तले धुआ चले പുഞ്ചിരി തഞ്ചിക്കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ അങ്കിണ്ണക്ക തകതിമിയാടും തങ്കനിലാവേ. പുഞ്ചിരി തഞ്ചിക്കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ അങ്കിണ്ണക്ക തകതിമിയാടും തങ്കനിലാവേ. എന്തൊക്കെയുണ്ട് വിശേഷം സ്വാതി? സുഖായി പോണു. ഡോക്ടർ സ്വാതി,
ഓക്കെ, നമ്മുടെ പാസഞ്ചർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് രഞ്ജിത്ത് ശങ്കർ. രഞ്ജിത്ത് ശങ്കർ എടുത്ത എല്ലാ പടങ്ങളും ബമ്പർ ഹിറ്റാണ്. ഇപ്പോൾ തൊട്ട് മുമ്പേ ഇറങ്ങിയത് വർഷം, മമ്മൂക്കയുടെ വർഷം എന്ന സിനിമയുടെ സംവിധായകനാണ്. അതിനുശേഷം എനിക്കൊന്ന് പുണ്യാളം അഗർബത്തീസ്, അത് ജയസൂര്യ രഞ്ജിത്ത് ശങ്കർ കൂട്ടുകെട്ടായിരുന്നു, വൻ ഹിറ്റായിരുന്നു. അതിനുശേഷം അവർ ഒന്നിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമാണ് സുധി വാത്മീകം. അതിലെ നായികയാണ് സ്വാതി, ഡോക്ടർ സ്വാതി. പറയൂ, എന്നാണ് ചിത്രം റിലീസ്? നവംബർ 20 റിലീസ് ചെയ്യും. നവംബർ 20 റിലീസാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? വീട് എവിടെയാണ് സ്വാതിയുടെ? തൃശ്ശൂരാണ്. ശരിക്കും സ്ഥലം പെരുമ്പാവൂരാണ്. ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂര് തൈക്കാട്ടുശ്ശേരി. ഓക്കെ, ഡോക്ടറേറ്റ് എല്ലാം അതെല്ലാം കഴിഞ്ഞോ? ആ കോഴ്സ് കഴിഞ്ഞു. ആയുർവേദാണ്. ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ ആയുർവേദത്തിൽ നമുക്ക് ചോദിച്ചറിയാം. ആർക്കും സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ, ആയുർവേദത്തെ കുറിച്ച്, അലോപ്പതിയൊക്കെ കുറിച്ച്. അലോപ്പതി അത്ര അറിയില്ല. ആയുർവേദം ശരിക്കും അലോപ്പതിയാണോ നല്ലത്, ആയുർവേദമാണോ നല്ലത്? പറയും. രണ്ടും ആവശ്യമുണ്ട്. ചില രോഗങ്ങൾക്ക് ആയുർവേദം, ഇപ്പം ഈ നമ്മുടെ ഈ നടുവേദന അങ്ങനത്തെ ഒക്കെ രോഗങ്ങൾക്ക് ഭയങ്കര റിസൾട്ട് കണ്ടിട്ടുണ്ട്. ചില ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ നമുക്ക് അലോപ്പതി ഇല്ലാണ്ട് പറ്റില്ല. രണ്ടിന്റെയും ആവശ്യകതയുണ്ട്. എന്താണ് ഈ ആയുർവേദത്തിൽ ഈ ഉഴിച്ചിലും പിഴിച്ചിലും എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരുപാടുണ്ട്. ഒഴിച്ചില് പിഴിച്ചില്, ഉഴിച്ചില്, ധാരയൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ ഉഴിച്ചിലും പിഴിച്ചിലും? വ്യത്യാസം എന്താ അതിന്റെ രണ്ടിന്റെയും? അത് അങ്ങോട്ട് കയറി ആദ്യം ഒന്ന് ഉഴിയും, അവസാനം ഡോക്ടർ കാശ് പിഴിയും, അതാണ്. അതല്ല, അത് ഓരോ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് അതിൽ വരുന്നത്. അതിപ്പോ രോഗം അനുസരിച്ചിട്ടായിരിക്കും അവര് പ്രിസ്ക്രൈബ് ചെയ്യുക ഏതാണ് എന്നുള്ളതൊക്കെ. ഏറ്റവും ഇഷ്ടം അലോപ്പതിയാണോ ആയുർവേദമാണോ? അത് ആയുർവേദം. ആയുർവേദം. ഓക്കെ, ഇനി നമുക്ക് പടത്തിന്റെ വിശേഷത്തിലേക്ക് വരാം. സുധി വാത്മീകം. എന്താണ് ചിത്രത്തെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഈ സുധി വാത്മീകം? സൂസു എന്ന് പറയുന്നത് ശരിക്കും ഇതിലെ ജയേട്ടന്റെ ക്യാരക്ടർ വിക്കുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ടാണ് സൂസു എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞ അങ്ങനെ വിക്കുള്ളത്. അപ്പോ ഇതിലെനിക്ക് ഒരു എൻട്രി വരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പെരുമ്പാവൂരാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോ ആശ ശരത്ത് അപ്പൊ ചേച്ചിയുടെ ഫാമിലി ആയിട്ട് നമുക്ക് നല്ല റിലേഷൻ ഉണ്ട്. മീൻസ് ഫാമിലി ഫ്രണ്ട്സ് ആണ് ഞങ്ങള്, ചെറുതിലേ തൊട്ടറിയാം. അപ്പോ രഞ്ജിത്ത് സാറിന്റെ വർഷത്തില് ആ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇപ്പൊ ഈ പുതിയ പടത്തിലേക്ക് ഒരു പുതിയ കുട്ടീനെ വേണമെന്ന് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു ചേച്ചിയുടെ അടുത്ത്. ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഫോട്ടോ വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ശരി ചെയ്യാം, ഞാൻ എന്തായാലും കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഫോട്ടോ അയച്ചു. അപ്പൊ അങ്ങനെ സെലക്ട് ആയി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആ ചേച്ചിയാണ് ശരിക്കും ഈ പടത്തിലേക്ക് വരാനുള്ള ഒരു കാരണം മെയിനായിട്ട്. ഒരു ഡോക്ടർ ആദ്യമായിട്ടാ പറഞ്ഞു ഒരു പണിയില്ലാണ്ട് ഞാൻ ഇരിക്കണമെന്നൊരു ഡോക്ടർ പറഞ്ഞു. പണിയില്ലാണ്ട് മീൻസ് ഞാൻ കോഴ്സ് ഇന്റേൺഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിൻ എൻ്റെ ആയുർവേദം ആണെങ്കിൽ പോലും ഡാൻസർ ആവണം എന്നുള്ളതാണ് എൻ്റെ പാഷൻ. കുച്ചിപ്പുടി ഡാൻസർ ആവണം ചെറുതിലേ മുതൽ. അപ്പൊ അതാണ്. അപ്പം അതിനേക്കാളും പ്രിഫറൻസ് ഡാൻസിനോടാണ്. അപ്പൊ അത് ക്ലാസ്സിന് പോകുന്നുണ്ട്. ഞാൻ ആന്ധ്രയില് കുച്ചിപ്പുടി ഗ്രാമം ഉണ്ട്, അവിടെയാണ് ഞാൻ പഠിക്കണത്. ഡാൻസ് പോയിട്ട് ഇവിടുന്ന് ആ ഗ്രാമത്തിൽ പോയി പഠിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡാൻസർ ആവണം എന്നാണ് ഭയങ്കര ഒരു, ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹം. ഇല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഡോക്ടറാണ്, ഇപ്പൊ ലൊക്കേഷനിൽ ചെന്നപ്പോ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോ നമ്മളെ ലൊക്കേഷനിലുള്ള എന്തായിരുന്നു അവരുടെ മീൻസ് ആദ്യം മെയിൻ ആൾക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? അതെ, ആൾക്കാരുടെ ഓരോരുത്തരുടെ അവിടെ എല്ലാ ഇപ്പൊ ടെക്നീഷ്യൻസ് ആയാലും ഇപ്പം ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും കാണുമ്പം മരുന്ന് ചോദിക്കും. പിന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറയും. ഇപ്പം രവി അങ്കിള്, TG രവി അങ്കിള്, പിന്നെ അജു വർഗീസ്, അജു ആയിട്ടൻ, പിന്നെ എല്ലാവരും, പിന്നെ ടെക്നീഷ്യൻസ്, നടുവേദന മറ്റത് മറിച്ചത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു സുധീന്റെ ലൊക്കേഷൻ. പഠിച്ചിറങ്ങി ആയുർവേദം പഠിച്ചിറങ്ങിയ ഉടനെ കുറെ സെലിബ്രിറ്റി കിട്ടി. അവരുടെ അടുത്തായിരുന്നു ശരിക്കും പരീക്ഷണം. എങ്ങനെയുണ്ട് അവരുടെയൊക്കെ അസുഖങ്ങൾ? ആരൊക്കെയായിരുന്നു? അജു വർഗീസിന് എന്താ അസുഖം? അയ്യോ, അല്ല ചികിത്സിച്ചെന്ന് പറഞ്ഞല്ലോ. വേറെ അവന് നടുവേദന എന്താണ്? അല്ല, വയറിടയ്ക്ക് അപ്സെറ്റ് ആവും. അപ്പം അങ്ങനത്തെ അതിന് വേറൊന്നുമല്ല, ആഹാരം ഒന്ന് കുറേശ്ശെ കഴിക്കാൻ പറയണം അജുവിനോട്. ചുമ്മാ കഴിച്ച് ഇങ്ങനെ വീപ്പ കുറ്റുമാതിരി ആയി.
പിന്നെ Sorry. രവി അങ്കിളിന് കയ്യിൽ പൊള്ളിയിട്ട് ഇങ്ങനെ ഒരു വെള്ളപ്പാടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പാട് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മരുന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ ചോദിച്ചു, ഇന്ന് അന്വേഷിച്ചേക്കണം, ചിലപ്പോ പാട് കൂടിയിട്ടുണ്ടോന്നൊന്ന് അന്വേഷിച്ചേക്കണം കേട്ടോ എന്നാണ് ഫ്രണ്ട്സ് വന്നിട്ട് ചോദിച്ചത്. മരുന്ന് ചെയ്തതിന് ശേഷം അങ്ങനെ ചെറുതിലെ പാട്ടൊക്കെ പാടുമായിരുന്നു. പാട്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകാരിയും കൂടെയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ പാടില്ല, പാട്ട് നിർത്തി. കാരണം ഡാൻസ് ഇഷ്ടമുള്ള കാരണം അത് മാത്രമായി പാട്ട് നിർത്തി. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് പാട്ടും കൂടെ പഠിക്കായിരുന്നു എന്നൊരാഗ്രഹമുണ്ട് ഇപ്പൊ. ഇനി സമയം വൈകിട്ടില്ല, ഇനിയും പഠിക്കാം അല്ലേ? തീർച്ചയായിട്ടും തുടക്കമായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്കൊരു 4 വരി പാട്ടൊന്ന് കാണും. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഒരു പഴയ പാട്ട്, അല്ലിയിളം പൂവോ. ഓക്കെ. അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തെന്മൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലാവോ. അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തെന്മൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലാവോ. ആരാ പറഞ്ഞത്? ഇനി പാട്ടും കൂടെ അങ്ങ് പഠിക്കണം കേട്ടോ ഇതിനോടൊപ്പം. നന്നായിട്ട് പാടി. എന്തിനാ ഇത്രയും നല്ലൊരു കഴിവുണ്ടെങ്കിൽ നമ്മൾ വേണ്ടാന്ന് നോക്കുന്നത്? ഡാൻസിനോടൊപ്പം തന്നെ പാട്ടും അങ്ങ് തുടങ്ങിക്കോ കേട്ടോ. അഭിനയം വിടരുത്. ഇല്ല, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ സ്പായിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ വസ്ത്രം എല്ലാം ആദ്യം അങ്ങ് ഊരി വെപ്പിക്കും. എന്നിട്ട് അവരൊരു വസ്ത്രം, ഒരു കുഞ്ഞു വസ്ത്രം തരും. എന്നിട്ടാണ് ഈ തടവലെല്ലാം തുടങ്ങുന്നത്. എന്തിനാ ഈ വസ്ത്രം എല്ലാം ആദ്യം ഊരി വാങ്ങിച്ചു വെക്കുന്നത്? അല്ല, മേലെ എണ്ണയൊക്കെ തേച്ച് അങ്ങനത്തെ സംഭവമല്ലേ. അപ്പൊ ഞാൻ കരുതി ഇനി ഈ കാശ് കൊടുക്കാതെ ഓടിക്കളയെന്ന് വിചാരിച്ച് നമ്മുടെ വസ്ത്രം ആദ്യമേ ഊരി ഇഞ്ഞ് വാങ്ങിച്ചു വെച്ചാൽ പിന്നെ പോകല്ലല്ലോ, ആരും എണീറ്റ് ഓടൂല്ലല്ലോ. അതിന് വേണ്ടിട്ടല്ല, ശരിക്കും എണ്ണയൊക്കെ പുരളാതിരിക്കാൻ. ഓക്കെ. ഇനി ഏത് പാട്ടാ പാടുന്നത്? എന്റെ ഒപ്പം പാടുവോ? ശ്രമിക്കാം. രണ്ടുപേരും. അതന്നെ. ഏതാണാവോ? ചിന്ന ചിന്ന ആസൈ. ചിന്ന ചിന്ന ആസൈ. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை விண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுத்தி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. എന്താണ് ആശ? എന്താണ് അതെ, എന്താണ് സ്വാതിയുടെ ആശ? ആശ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വലിയ ഡാൻസർ ആവണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദത്തിനേക്കാളും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുച്ചിപ്പുടി ഡാൻസർ ആവാനാണ്. അത്രയും ആഗ്രഹമാണ്. ഇപ്പോഴും പ്രോഗ്രാംസ് ചെയ്യാനും മീൻസ് പെർഫോമൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഡാൻസ് വലിയൊരു ഡാൻസർ ആവണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഡാൻസിന്റെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് ഇവിടെ എന്തോ ഒരു ഗ്രാമത്തിൽ, കുച്ചിപ്പുടി ഗ്രാമത്തിലൊക്കെ പോയി പഠിച്ചതെന്ന് പറഞ്ഞു. കുച്ചിപ്പുടിയുടെ ഒരു എന്താ സ്റ്റെപ്പാണ്? എനിക്കറിയില്ല. സ്റ്റെപ്പ് എന്നാണോ പറയുന്നത്? ഒരു ചെറിയ പോർഷൻ. അതെ. ഓക്കെ, കുച്ചിപ്പുടി. കൃഷ്ണരാര ചിന്നി കൃഷ്ണരാര യശോദ
കൃഷ്ണരാരാ ചിന്നന്ന ചിന്നന്ന രാരോടി ചിന്നവാട രാരാ മുത്തുലാട രാരോടി ബാലകൃഷ്ണ രാരാ 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 ചിന്നന്ന രാരോടി ചിന്നവാട രാരാ മുത്തുലാട. സൂപ്പർ സൂപ്പർ അസലായിരുന്നു കേട്ടോ. അതെ, താങ്ക് യു. എന്തായിരുന്നു ആ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു. ശരിക്കും നമ്മൾ ആ അത് കാണുന്ന പോലെ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് കൃഷ്ണനെ വിളിക്കണതും ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അസലായിട്ട് അറിയോ ചെയ്തത്. കുച്ചിപ്പുടി അറിയോ? അറിയാം, ഞാനൊരു കുച്ചിപ്പുടി ഡാൻസറാണ്. കുച്ചിപ്പുടി പഠിക്കാൻ ഇയാള് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച് ചെന്നതാണ്. അപ്പോൾ സ്വാതിയുടെ വിശേഷങ്ങൾ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പ്രത്യേകിച്ച് സുധി വാത്മീകത്തിൻ്റെ കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ നമ്മുടെ ഡാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. കുറച്ച് സമയം നമുക്ക് ആ ഗസ്റ്റ് സീറ്റിൽ വിശ്രമിക്കാം. ഇവിടെ നടക്കുന്ന കലാപരിപാടി എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, താങ്ക് യു. ഒന്ന് നിക്കണേ. നമസ്കാരം. നമസ്തേ. ഞാൻ പേര് കേട്ട തച്ചോളി തറവാട്ടിൽ നിന്ന് വരികയാണ്. ഉദ്ദേശം എത്ര പേര് കേട്ട് കാണും? ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുണ്ട്. വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ അവിടെ ഇരിപ്പുണ്ട്. എല്ലാരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ എന്നെ ആരും ശ്രദ്ധിക്കണില്ല. എന്താ കാര്യം? അല്ല, ഞാൻ അവിടെ നിന്ന് സുരാജ് കുറുപ്പിനെ നോട്ടം ഇട്ടു. ഞാൻ കുറുപ്പും കറുപ്പൊന്നും അല്ല, എന്റെ പേര് സുരാജ് വെഞ്ഞാറ. അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തച്ചോളി തറവാട്ടിൽ നിന്ന് വരികയാണെന്ന്. അതിരിക്കട്ടെ, ഈ പെൺകുട്ടി എങ്ങനെയുണ്ട്? തിരക്കേടില്ല, കൊള്ളാലോ. കൊള്ളാവോ? ഒരു ജീവിതം കൊടുത്തുകൂടെ? എന്റെ പൊന്നെ, ഞാൻ 2 കെട്ടി അതിലൊരു മക്കളും അല്ല, ഞാൻ 1 കെട്ടി അതിൽ 2 കുട്ടികളും ഉള്ള. അത് കുഴപ്പമില്ല, എനിക്കും പെണ്ണിനും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കും പെണ്ണിനും കുഴപ്പമില്ല. അതെനിക്ക് പ്രശ്നമാണെന്ന് എന്റെ ഭാര്യ സമ്മതിക്കില്ല. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. എന്താണ് വിഷയം? ഞാൻ പറഞ്ഞില്ല, ഞാൻ തച്ചോളി തറവാട്ടിൽ നിന്ന് വരികയാണെന്ന്. ഞങ്ങളുടെ തറവാട്ടുകാർക്കാണ് പാരമ്പര്യമായിട്ട് ശബദം എടുക്കുന്ന ഒരു ശീലമുണ്ട്. എന്ത് പറഞ്ഞാലും ശബദം എടുക്കും. അത് ശരി, നിങ്ങളും അതെ? ഞങ്ങളും അതെ. എനിക്കാണെങ്കിൽ 5 പെമ്മക്കളാണ്. 5 പെൺകുട്ടികളുണ്ട്. 1 2 ആയപ്പോ നിങ്ങൾക്ക് ശബദം എടുത്തുകൂടായിരുന്നു. ഇനി വേണ്ടാന്ന്. ഈ കാര്യത്തിലേക്ക് പിന്നെ 5 ആയപ്പോ വൈഫ് ശബദം എടുത്തു, അതോടെ നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അതല്ല, എന്റെ മൂത്ത മാളെ കൊണ്ട് എന്റെ അനന്തരക്കാരനെ കെട്ടിച്ചോളാന്ന് ഞാനൊരു ശബദം അങ്ങോട്ട് എടുത്തു. നല്ലതല്ലേ? അപ്പൊ അവനൊരു ശബദം എടുത്തു. അവന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ മകളെ കെട്ടുമെന്ന് അവന് ശബദം എടുത്തു. അപ്പൊ ഈ ജന്മവും നടക്കത്തില്ല. അല്ല, അതല്ല കുഴപ്പം. അവന്റെ പെങ്ങടെ കല്യാണം നടത്തിയിട്ട് എങ്ങനെയെങ്കിലും ഇവളെ കെട്ടിക്കാന്ന് വിചാരിക്കാം. പക്ഷെ ശബദത്തിനോടൊപ്പം വേറൊരു വാചകം പറഞ്ഞു. എന്ത്? ഏതെങ്കിലും പടക്കുറുപ്പന്മാരെ കൊണ്ട് അവൻ ഇവളെ കെട്ടിക്കൊള്ളും. ഇന്നത്തെ കാലത്ത് അങ്ങനെ കിട്ടുവോ? അത് കിട്ടത്തില്ല. അപ്പൊ കല്യാണം നടക്കണില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വേറൊരു രസമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അവള് പോയി തിയേറ്ററിൽ പോയിട്ട് ഭയങ്കര ഹിറ്റ് പടാന്ന് പറയണു. എന്നും നിന്റെ നെയ്മീൻ. നെയ്മീനല്ലടോ, പിന്നെ എന്നും നിന്റെ മൊയ്തി. അത് തന്നെ. ആ സിനിമ കണ്ടു. വന്നിട്ട് മഴ പെയ്ത പെണ്ണും മഴയത്തിറങ്ങി നടപ്പ. കാഞ്ചനമാലേ അതാണെന്നും പറഞ്ഞു, വളയ മാല ഏതാണ്ടാക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കേ. പനി പിടിക്കല്ലേ? ഞാൻ നേരെ പിടിച്ച് കൊണ്ടുപോയി കൂട്ടിയിട്ട് മുറിയുടെ അകത്ത്. പ്രശ്നമൊന്നുമില്ല. മുറിയിൽ മഴ പെയ്യണു. മുറിയിൽ മഴ പെയ്യുന്നു. ആ ഷവറ് തുറന്നിട്ട് അതിന്റെ അവിടെ നിൽക്കുക. കാഞ്ചനമാലയുടെ കാഞ്ച എന്റെ വഴുതിനെ കാണണ്ട, എന്റെ വഴുതിനെ കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് പനി പിടിച്ച് 3 മാസം ആശുപത്രിയിലായിരുന്നു. ഒരു അച്ഛന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കണം. മനസ്സിലായി. ഇപ്പൊ ഇവിടെ വന്നതിന്റെ കാര്യം എന്താ? നല്ലൊരു പയ്യനെ തപ്പി ഇറങ്ങിയാണ് ഞാൻ. അയ്യോ, ഞാൻ ഇവിടെ ഇനിയിപ്പോ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഉള്ള
എല്ലാ സുന്ദരന്മാരും ഇവിടെ ആ തന്നെ പയ്യൻ ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പൊ സെലക്ട് ചെയ്തോളൂ ആൾക്കാർ. ഇച്ചിരി നീണ്ടിരിക്കണം. ശരി. അത് കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്യാന്നുള്ളത്. അല്ല അത് അവിടെ ഇരിക്കുന്നത്. അയ്യോ അത് ആണല്ല, പെണ്ണാണ്. ആരാണത്? ഗസ്റ്റ് ആണത്. ആരാണത്? അറിയോ? ഇല്ല, ഞാൻ സുധി വാത്മീകത്തിലെ നായികയാണ്. അയ്യോ അതൊരു സിനിമയല്ലേ? അതെ, പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ജയസൂര്യയുടെ നായികയാണത്. ഞാൻ വീട്ടിൽ പറഞ്ഞു ഇപ്പൊ പുരാണ പടമൊന്നും ഇറങ്ങണല്ലോ. നല്ല കാര്യം, നിങ്ങളുടെ സിനിമ പുരാണ സിനിമ നല്ലതാ. വാത്മീകം. അയ്യോ ഇത് പുരാണ പടമല്ല, സാധാരണ പടം അത്. അല്ല അപ്പൊ പിന്നെ വാത്മീകി രാമായണം. ഇവിടെ വാത്മീകം, വാത്മീകം എന്ന് വെച്ചാൽ അത് അതില് വീട്ടുപേരാണ്. പേരാണ്. അല്ലേ ഇത് ഡോക്ടറല്ലേ? ഡോക്ടറാണ്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ? കേട്ടു. ഒന്ന് സഹായിക്കണം ഈ അമ്മാവൻ. ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യനാണ്. എന്റെ മോടെ കല്യാണം നടക്കണം. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ എല്ലാരും ശബദം എടുക്കും. ഇനി വരുന്ന തലമുറയെങ്കിലും ശബദം എടുക്കരുത്. എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് തന്നെ വന്ന് സഹായിക്കണം. ഈ ശബ്ദം ശബദം എടുക്കാതിരിക്കാൻ എന്തെങ്കിലും മരുന്ന് പിന്നെ ഡോക്ടറുടെ കൈവശമുണ്ടോ? ഒറ്റമൂലി ഉണ്ട്. ഒറ്റമൂലി മതി, ഒറ്റമൂലി മതി. അതാകുമ്പോ ഒരു 5-6 പ്രാവശ്യം കൊടുത്താൽ മാറുമല്ലോ. ഏടാ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കഴിക്കേണ്ടതാ. അപ്പൊ ഈ 5-6 ദിവസം കൊടുക്കണമെന്ന് എന്ത് മൂലി എന്ന് പറയും? 5 മൂലി എന്ന് പറയും. ആണോ? എന്നാ പിന്നെ അതുകൊണ്ട് എന്നാ ഒന്ന് പറഞ്ഞ് ഡോക്ടർ ആ മരുന്നെന്നാ എനിക്കൊന്ന് തന്ന് ആ ഒറ്റമൂലി ഒന്ന് തരുമോ? കേട്ടോ. ഉറപ്പായിട്ടും തരാം. അല്ല എനിക്ക് ഡോക്ടറുടെ ഒരു ഉറപ്പത്ര വിശ്വാസം പോരാ. ഒരു വിശ്വാസം പോരാ. ഡോക്ടർ ഒന്ന് സഹായിക്കണം, മരുന്ന് തന്നെ. അയ്യോ ഉറപ്പായിട്ടും എന്റെ സുരാജേട്ടാ എന്നെ വിശ്വസിച്ചോളം പറയൂ. ഉറപ്പായിട്ടും ഈ ഒറ്റമൂലി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാള് ഈ ശബദം എന്നുള്ള വാക്ക് പറയ പോലുമില്ല. ഇത് എന്റെ ശബദാണ്. ദൈവമേ, വാവാ സുരേഷിന്റെ അടുത്താണ് നിങ്ങള് സ്നേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നത്. ഇത് വാവാ സുരേഷ്. അത് അപ്പൊ ആദ്യം ആ ഒറ്റമൂലി 5 മൂല്യ ഡോക്ടർ കഴിക്കും. ഉള്ള ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞാനീ നടക്കണത്. അപ്പൊ എന്നാ ഞാൻ ഈ ആളൊന്ന് നോക്കിക്കോളൂ. കുഴപ്പമില്ല. നല്ല പയ്യന്മാരെ അതിന് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിച്ചാൽ മതി. ഓക്കെ, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഓക്കെ, സന്തോഷം. അമ്മേ ലോകനാർക്കാവിലമ്മേ കാത്തോളണേ. ചേട്ടാ ഇവിടെ പലതവണ ഞാൻ പറഞ്ഞിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിക്കരുത്. നമ്മൾ പടക്കുറുപ്പം പറ പാവലിപ്പെട്ടതാണ്. നീ എന്നാ നേരാങ്ങളെ എന്ന് വിളിക്കണം. അപ്പൊ ഞാൻ നിന്നെ ഇവിടെ പറഞ്ഞോളെ എന്ന് വിളിക്കും. നേരാങ്ങളെ എന്താ ഇവിടെ പറഞ്ഞോളെ? പാല് റേഷനിയുടെ കഞ്ഞിവെള്ളം എന്നോട്ടാണ് നമ്മുടെ വീട്ടിൽ പാലായത്. പതിവുകളൊന്നും തെറ്റിക്കണ്ടെന്ന് വെച്ചു. അതെ, കളറിയിൽ വിളക്ക് വെച്ചാ ഇല്ല. അതെന്ത് പരിപാടി കാണിച്ചത്? ഇന്നലെ കത്തിച്ചു വെച്ച വിളക്ക് ഏതോ കള്ളൻ എടുത്തോണ്ട് പോയി. വീരസൂര്യ പരാക്രമിയും പടക്കുറുപ്പ് പോയ കണ്ണപ്പനയുടെ വീട്ടിൽ കയറി കള്ളം വിളക്കൊണ്ടുപോയെന്നോ? ഓ മോഷ്ടിക്കാൻ വന്ന കള്ളൻ അറിയാമോ ചേട്ടാ? ഇത് പേര് കേട്ട തച്ചോളി തറവാടാണെന്നും ഇവിടെ ഒരു പടക്കുറുപ്പുണ്ടെന്നും അയാൾക്ക് കിട്ടിയ കൊണ്ട് അയാൾ ശരിയാണ്. അതെ, നീ അതും പറഞ്ഞേക്കാതില്ല. മോളി എന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കും. എന്തിന്? അത് മറന്നുപോയോ? ഇന്നലെ നമ്മുടെ അമ്മാവ് നിന്നെ പെണ്ണ് കാണാൻ ഒരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ റെഡിയായി നിന്നാ മതി. ഇതുപോലെ എത്ര പേരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്നേക്കണം. അതെങ്ങനെയാ? വീരനും ശൂരനും 18 കളരിക്ക് ആശാനുമായ ഒരു പടക്കുറിപ്പിനെ കൊണ്ട് എന്നെ കെട്ടിക്കോളുന്ന ചേട്ടൻ ശബ്ദം എടുത്തേക്കല്ലേ? അങ്ങനത്തെ ഒരാളുകളാണ് നിന്നെ പെണ്ണ് കാണാൻ വന്നത്. അത് മാത്രമല്ല, നാദാപുരത്തെ ജോനോപ്പടയെ അരച്ചുരുകൊണ്ട് തുരത്തി ഒഴിച്ച ചന്തുക്കുറുപ്പിന്റെ അനന്തരവനാണ്. പേര് ഓന്തക്കുറുപ്പ്. അതാണ് വന്നത്. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കുന്നമരം പൂത്തുലഞ്ഞതാണോ? അല്ല അല്ല അല്ല, അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇത് കഴിയട്ടെ. അല്ല, ചടങ്ങുകൾ കഴിയട്ടെ. അതെ മോളെ, ചടങ്ങുകൾ ചെയ്തിട്ട് നടക്കട്ടെ. അപ്പുറത്തേക്ക് ഓക്കെ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താണ്? ഞാനേ ഈ ചായയും കാപ്പിയൊന്നും കുടിക്കൂല. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഹോർലിക്സ് ഇട്ടൊരു ചായ. എന്തോ ഹോർലിക്സ് ഇട്ടിട്ടൊരു ചായ, പാല്. പാലല്ലേ? ഇവിടുത്തെ പാലിനെ ചെറിയൊരു റേഷറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ആണോ? അയ്യോ, അപ്പൊ പണിയാ. വാ പിടിക്ക്. തുടങ്ങാം. എന്ത് തുടങ്ങാം? യുദ്ധം. എനിക്ക് യുദ്ധം അറിയാൻ പാടില്ല. അപ്പൊ കളരിയിലൊക്കെ ആശാരം എന്നൊക്കെ പറഞ്ഞിട്ട് കളരി എന്ത് കളരി? കളരി എന്തെന്ന് അറിയാൻ പാടില്ല. കളരി ഒന്നും അറിയാൻ പാടില്ല എനിക്ക്. കളരി എന്തെന്ന് കേട്ടിട്ടില്ലേ? അതെ, പണ്ട് ഞാൻ എഴുത്ത് പരീക്ഷയ്ക്ക് പോയിട്ട് ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ഈ പുള്ളി തോൽവിയാണല്ലോ. അതെ, നാദാപുരത്ത് പോയിട്ടെന്നൊക്കെ പറഞ്ഞു. ഈ നാദാപുരം എവിടെയാണത്? ആഫ്രിക്കയുടെ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണ്. എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരാള് എനിക്കൊന്നും അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. ചുറ്റ അറിയാൻ പാടില്ല. എനിക്ക് അറിയാൻ പാടില്ല. ഇല്ല. അതിലും വന്നാലേ ഈ വാളിയാൻ എടുത്തതല്ലേ? ഈ വാളിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇത് ഉറയിൽ നിന്ന് ഊറിയിട്ടുണ്ടെങ്കിൽ ചോര കണ്ടതിന് ശേഷമേ ഉറയിലേക്ക് തിരിച്ചിടും. അപ്പൊ ചേട്ടൻ ഊർക്കണം. ഊർക്കാൻ വെള്ളിരിക്കൊന്നും അല്ല. നമുക്ക് യുദ്ധം ചെയ്യാം.
യുദ്ധം ചെയ്ത് എന്റെ തല തെറിപ്പിച്ചെങ്കിൽ മാത്രമേ എന്റെ ഉടപ്പിറന്നോളം നിന്റെ കൈ പിടിച്ച് ഞാൻ തരൂ. തുടങ്ങാം യുദ്ധം. ഈ തച്ചോളിത്തറവാട്ടിൽ വന്ന് കയറിയവരാരെയും ഈ കണ്ണപ്പനുണ്ണി വെറുതെ വിട്ടിട്ടില്ല. ലോകരാവർക്കവലമ്മേ. അയ്യോ തുടങ്ങാം യുദ്ധം. അതാരാണ് വരുന്നത്? ആരെയാ? ആ പോയാ. ഇപ്പൊ സമാധാനമായല്ലോ. വെറുതെ വാളും കാണിച്ച് അയാളെ പേടിപ്പിച്ചു. ഇത് എന്നാലും നമ്മുടെ പരമ്പരയുടെ ഒരു ഇത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഒരു പടക്കുറിപ്പിന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇതിന്റെ പെങ്ങളെ കല്യാണം. അവന് വെട്ടാനും പായിട്ടാണെന്ന് അറിയാൻ പാടില്ലെന്ന്. അതെ, ഇനി അമ്മ അവനൊരു സത്യം പറയാം. എന്താണ്? അവൻ കുറുപ്പും കറുപ്പും ഒന്നും അല്ല. പുതുതായിട്ട് ചാർജ് എടുത്ത വില്ലേജ് ഓഫീസറാ. ശരി, നീ ഒടുക്കത്തെ ശബ്ദം എടുത്തേക്കല്ലേ നിന്റെ പെങ്ങളെ പടക്കുറിപ്പിനെ കൊണ്ട് കെട്ടിക്കോളും. അത് അങ്ങനെ കെട്ടിക്കാൻ അതുകൊണ്ടാണ് പാടില്ല. ഞാൻ അവനോട് അങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പൊ അവന്റെ തല കൊയ്യൊന്നും പറഞ്ഞ് അവൻ എന്നെ കൊയ്യാനായിട്ട് ഒന്ന് വാളൊരു കണക്കിന് പിടിച്ചു മേടിച്ച്. എനിക്ക് തോന്നുന്നത് നിന്റെ പെങ്ങളുടെ കല്യാണം നടക്കും. പെങ്ങളുടെ കല്യാണം നടക്കണം. എനിക്കതല്ല കഷ്ടം. നിന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ മകള് ശബ്ദം എടുത്തേക്കല്ലേ എന്നിട്ട് ഒരു ഒറ്റക്കാലിലൊരു നിപ്പ അവളുടെ മറ്റേ കാലം ഇവിടെ പള്ളുരുത്തി ചായ കുടിക്കാൻ പോയി. ഓ അങ്ങനെ പളിച്ച തമാശ നീ പറയല്ലേ. നിനക്കറിയാവാ എന്റെ കഷ്ടപ്പാടൊന്നും ഓർക്കണം. വെളുപ്പിനെ നിനക്കൊക്കെ വേണ്ടി നിന്നടക്കമുള്ള സ്നേഹം കൊണ്ട് എന്റെ പാടെ കല്യാണം നടക്കാൻ വേണ്ടി വെളുപ്പിനെ ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ പോയി. എന്നിട്ട് അവിടെ പോയി സുരാജ് കുറുപ്പിനെ കണ്ടു. ഇവിടെ ഫോട്ടോ കാണിച്ചു. എന്ത് പറഞ്ഞു? അയാളുടെ മുഖത്ത് നവരസൊന്ന് കാണായിരുന്നു. ഒരു കാര്യം ഉറപ്പാ, ഇവളെ കണ്ടാ പുള്ളി ചാടി വീഴും. പക്ഷേ അതല്ല കാര്യം. എന്താണ്? അവിടെ ചെന്ന് അവളെ കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോ സുരാജ് എന്നോടൊരു കാര്യം പറഞ്ഞ ഞാൻ ഓർത്താണ്. നമ്മുടെ തറവാടിന് എന്തോ ഒരു ദോഷമുണ്ടെന്ന്. ദോഷോ? അങ്ങനെ ഒരു ജോത്സ്യനെ പോയി കാണാൻ പറഞ്ഞു. ദോഷം എന്ന് വെച്ച് ഇവളായിട്ട് വരുത്തിച്ച പേരുദോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ജോത്സ്യനെ പോയി കണ്ടു. ജോത്സ്യൻ എന്ത് പറഞ്ഞു? അപ്പൊ ജോത്സ്യൻ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു സ്കെച്ചും പ്ലാനും വേണം എന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ പരിപാടിയാണ് ഉദ്ദേശിക്കണ്ട. അതല്ല വാസ്തുവിന്റെ. വാസുവിൽ 2 തവണ ഇവിടെ നോക്കിട്ട് പോയത്. ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? എടാ വാസ്തുശാസ്ത്ര പ്രകാരം അല്ലേ അവര് നോക്കുള്ളൂ. ഓ അങ്ങനെ 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 നോക്കിയപ്പോഴല്ലേ ഒരു കാര്യം ഈ അമ്മാനോട് അയാൾ പറഞ്ഞത്. എന്താണ്? കാര്യങ്ങൾ വേറെ ഉണ്ട്. നിന്റെ ശബ്ദം മാത്രമല്ല നീരില്ല. ആര് പറഞ്ഞു? കാലിന് നല്ല നീരാണ്. ഇന്നലെ വാതിൽപ്പടി തട്ടിയതാണ്. എടാ വൃത്തികെട്ടവനെ പണിക്കൊന്നും പോകാല്ല. നീരും കപവും ഭിത്തവും ഒക്കെ ആയിട്ട് നീരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം പറ. അതല്ല പറഞ്ഞത്, നീരുറവയുള്ള സ്ഥലമാണിത്. ഓ അപ്പൊ കല്യാണം നടക്കണമെങ്കിൽ കന്നിമൂലയിൽ ഒരു കിണർ കുത്തണം. അല്ല നമുക്കിവിടെ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താ പോരെ. എടാ ഇവിടെ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞാലേ എന്റെ വേള കെട്ടുള്ളൂ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കന്നിമൂല കിണർ കുത്തണവും കല്യാണം തമ്മിൽ എന്താണ് ബന്ധം? എടാ കിണർ കുത്തണം കല്യാണം തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരുത്തനെ കുഴി ചാടിക്കുന്നതാണ് കല്യാണം. കിണർ കുത്തുന്നത് ഒരു കുഴിയാണ്. 2 കുഴി ബന്ധമില്ലേ? ശബദം അതാ കിണറ്റിലിട്ട് അങ്ങോട്ട് മൂട് ശബദം. അപ്പൊ നീ വിഷമിക്കണ്ട, കിണർ കുത്താനുള്ള ആൾക്കാര് അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. സുന്ദര കില്ലാടികൾ. അവന്മാർ ഇപ്പഴെത്തും. അതെ വരുമ്പോ എതിർത്തൊന്നും പറയരുത്. ഒന്നും പറയില്ല. എന്റെ മകളുടെ ജീവിതം എന്റെ പെങ്ങളുടെ കല്യാണം കഴിക്കണം. അത് മതി, അത് മതി. അതേ മതല്ലോ കില്ലാടി മതി. സുന്ദര ഇല്ല എന്തോ പ്ലാൻ ചെയ്യാനാ. പരിസരത്ത് എവിടെയോ നല്ല നെയ്ച്ചാള ഇറക്കുന്നുണ്ട്. സുന്ദര കില്ലാടികളാണെന്ന് മനസ്സിലായി. ഇതിൽ ആരാണ് സുന്ദരൻ ആരാണ് കില്ലാടി കണ്ടാൽ അറിഞ്ഞൂടെ? ഞാൻ സുന്ദരൻ, ഇത് കില്ലാടി. തല തിരിഞ്ഞുപോയി. തിരിച്ചായിരുന്നു വരേണ്ടത്. എന്നാ പിന്നെ ചടങ്ങുകള് ഇവിടെ എവിടെയാണ് കിഴക്ക്? ഇവിടെ ഇവിടെയാണ് കിഴക്ക്. അതെങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ വഴക്ക് കേട്ടപ്പോ മനസ്സിലായി ഇതാണ് കിഴക്ക് കേട്ടാ. അപ്പൊ ചാർട്ട് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ. ചാർട്ട് പ്രകാരമുള്ള ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചാർട്ട് പ്രകാരമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു. തോർത്തൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. തോർത്ത് രാവിലെ ഇവനങ്ങെടുത്ത് കുളിച്ചു. ഒരു കാര്യം ചെയ്യാ, വാഴയില ഒരു നിലവിളക്ക്, വാഴയില ഒരു നിലവിളക്ക്, വെള്ളം വെള്ളം എന്റെ ആളാണല്ലേ. ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ അതിനല്ല, പിന്നെ ഇവിടെ കർമ്മങ്ങൾ നടത്താൻ വേണ്ടിട്ടാ. എളുപ്പം ആയിക്കോട്ടെ, കൊണ്ടുവരിക. എളുപ്പമായിക്കോട്ടെ എളുപ്പമായിക്കോട്ടെ, ഞങ്ങൾക്ക് നിൽക്കാൻ നേരമില്ല. വിളക്ക് കേടാൻ സാധ്യതയുണ്ട്. ഇല്ല കിഴക്ക് പടിഞ്ഞാറായിട്ട്, കിഴക്ക് പടിഞ്ഞാറായിട്ട് വെക്കുക. അവിടെ വെക്കുക. കല്യാണം നടന്നാ മതി. കല്യാണം നടന്നല്ലോ. തെച്ചിപ്പൂ
തെറ്റിപ്പോയെന്ന് മനസ്സിലായി. എന്തോ ഒരു സാധനം. തെറ്റിപ്പോയെന്നല്ല, തെച്ചിപ്പൂവ്. തെച്ചിപ്പൂ എവിടെ? തെച്ചിപ്പൂ ഇവിടെ തെച്ചിപ്പൂ എവിടെ? തേങ്ങാക്കൊല എന്നോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കൊരു ഒരു പൂവാണെങ്കിൽ അത് പൂവായിട്ട് അംഗീകരിച്ചില്ല ഗവൺമെന്റ്. നീയൊന്നും മിണ്ടാതിരിക്കും. അവലും മലരും. ഇവളും മലരും എങ്ങനെ ഞാനും മലരും. ശ്ശോ, എടാ അവളും മലരും എന്നല്ല, അവലും മലരും. ഒരു കുടുംബം നല്ല പാട്ടാണ്. വേണ്ട, ഒന്നും വേണ്ട. അപ്പോ ഈ കിണർ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ചില ബോധമുണ്ടോ? കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കിണർ കുത്തുന്ന സമയത്ത് കൈയും കാലും കൊണ്ട് മാറ്റി വെക്കണം. പണ്ടാരം അടങ്ങിയ പാര വല്ലോ കാലിലോ കയ്യിലോ കുത്തി കയറി കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞു. ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഇപ്പഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇന്നലെ നീ ഉറക്കത്തിൽ എന്നെ തെറി വിളിച്ചില്ലടാ. തോന്നിയായിരിക്കും. തെറി വിളിച്ചെന്ന അല്ല, ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പൊ കാര്യമായിട്ടാണ് വിളിച്ചത്, ഉറങ്ങിയിട്ടുണ്ടായില്ല. എന്നെപ്പോഴും വഴക്ക് പറയില്ലേ? ശരിയാക്കി തരാം. അപ്പൊ കിണർ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കിണർ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കിണറിന്റെ അടിയിൽ ചകിരിച്ചോറ് പാകണം. മസ്റ്റാണ് ചകിരിച്ചോറ്. ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് പാകേണ്ടത്. ചോറുണ്ടാവോ? ചോറുണ്ടോന്നോ? എത്ര പേരുടെ തല കൊയ്ത ഫാമിലി അടുത്ത് ചോറ് ഇങ്ങനെ കിടക്കല്ലേ? എന്തോരം വേണം? എടുത്തു തരാം. അപ്പൊ ലേശം ചോറുകൾ എടുക്കാം. എളുപ്പത്തിയല്ലേ ചോറ് എടുത്തിട്ട് വാ. ലേശം ഇടുക, ഇട്ടോളുക. ലേശം കൂടി ഇടുക. അതങ്ങടെ കമത്തുക. ഇത് ആദ്യം പറഞ്ഞാ പോലെ. അപ്പൊ ചോറായി. ഇനി കിണർ കുത്തുമ്പോൾ, കിണർ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമ്മൾ വല കെട്ടി വിരിക്കണം. വേണം വേണം. അല്ലെങ്കിൽ ചപ്പ് ചവറ് ഇലകളൊക്കെ വീണ് കിണറ്റ് വെള്ളം സാമ്പാർ പരുവത്തിലാവും. സാമ്പാർ ഉണ്ടാവോ? സാമ്പാറില്ലേ? എളുപ്പം കൊണ്ടുപോവാളെ. കല്യാണം നടന്നാ മതി. സാമ്പാർ ഒഴിക്കുക, ലേശം കൂടി ഒഴിക്കുക. കമത്തണോ? അങ്ങടെ കമത്ത് മതി, കമത്തണ്ട. അത് പറയണേ. അപ്പൊ സാമ്പാറായി, ചോറായി. ഇനിയിപ്പോ കിണറ്റിൽ നമ്മൾ നെല്ലിപ്പലക അങ്ങോട്ട് അടിയിൽ അങ്ങോട്ട് നിരത്തുക. അതെന്തിനാണാവോ? വെള്ളത്തിനും അതിനുണ്ടാവാൻ വേണ്ടി. തെളിനീര് നെല്ലിക്കാച്ചാറുണ്ടാവും. പഠിച്ചു അല്ലേ? കുറെ നാളായിട്ട് കൂടെ നിൽക്കല്ലേ. ഇടാലോ അങ്ങോട്ട്. എന്നിട്ട് കണ്ണടച്ച് ധ്യാന നിമഗ്നരായി കണ്ണടച്ച് അങ്ങോട്ട് ഇരിക്കുക. ആയിക്കോട്ടെ. നല്ല പോലെ പ്രാർത്ഥിച്ചോളുക. ഓക്കെ. കഴിച്ചില്ലല്ലോ, തട്ടിക്കോ. തുറക്കാവോ? ഇനി ഒരു കുഴി കുത്തുക. കിണർ കുടിക്കണ്ടല്ലോ, പിന്നെന്തിനാ വേറെ കുഴി? അല്ല, ഈ ഇല കൊണ്ടുപോയിടാനാ കുഴി കുത്താൻ പറഞ്ഞത്. ഇലയിടാൻ കുഴി കുത്തണോ? ഇല്ല, ഞങ്ങളിവിടെ നിൽക്കുവല്ലേ, കുറെ ഇല ഇടേണ്ടി വരും. ആണോ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. എന്താണാവോ? ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണർ കുഴിക്കുമ്പോ കൈവരി ഉണ്ടാക്കണം. എന്തിനാണാവോ കൈവരി? സൂര്യരശ്മി വെള്ളത്തിൽ വീഴും. സൂര്യരശ്മി വെള്ളത്തിൽ പതിക്കുന്നത് നല്ലതല്ലേ? അയ്യോ, ആ സൂര്യരശ്മി അല്ല, അയലോക്കത്ത് 2 പിള്ളേരുണ്ട് സൂര്യരശ്മി, അവര് വെള്ളത്തിൽ വീഴും. അതിന് വേണ്ടിട്ട് കിണറിട്ട് ആൽമറ ഉണ്ടാക്കണമെന്ന്. ആയിക്കോട്ടെ. അപ്പൊ ഈ ഇലയൊക്കെ അങ്ങോട്ട് മാറ്റുക. ഇനി നമുക്ക് സ്ഥാനം കാണാനുള്ള പരിപാടികൾ നോക്കാം. ആയിക്കോട്ടെ. എല്ലാവരും എത്തിയോ? ഇവിടെ നിന്ന് 3 അങ്കുലം അറിയിക്ക. എന്റെ പിന്നാലെ വരിക. ആയിക്കോട്ടെ. അത് ഞങ്ങളുടെ സ്ഥലമല്ല, ഞങ്ങളുടെ സ്ഥലമല്ല. പിന്നെ അതിന് പറയണ്ടേ? അത് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ ഇങ്ങോട്ടും ആ പ്രോപ്പർട്ടി നമ്മുടെ അല്ല. നിങ്ങൾ ആദ്യം അതിര് കണ്ടുപിടിക്കണം. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിലാസിന്റെ വീട് നമ്മൾ കൊടുത്തില്ലേ? കൊടുത്തല്ലോ. അപ്പൊ പിന്നെ ഇത് പോയതോ, ഭാഗം പോയതോ? ഓ, അപ്പൊ പിന്നെ ഈ അതിൽ ഇവിടം വരെ വരുമോ? അമ്മാവും വരാം. അടിപൊളി, അടിപൊളി. അല്ല, അങ്ങോട്ട് പോണമെന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അന്നീക്കൊണ്ടെന്ന് എത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? മതി. ഏതാണ് അതിൽ? എവിടെയാണ്? അതിൽ അവിടെയാണ്. അതിൽ ആ ഭാഗത്താണോ? അതെ അതെ. അപ്പൊ എന്റെ പുറകെ പിന്നാലെ പുറപ്പെടുക. വെള്ളം കുടിക്കാൻ വെള്ളം. നല്ല മധുരമാണല്ലോ വെള്ളം. അതിനിത് പച്ചവെള്ളല്ലേ? ആണാ? ഈ സുന്ദരി കൊണ്ട് തന്നോണ്ടായിരിക്കും വെള്ളത്തിന് മധുരം. പഞ്ചാര. പഞ്ചാര ഉണ്ടായിരുന്നു വെള്ളത്തിൽ? പച്ചവെള്ളത്തിൽ ആരെങ്കിലും പഞ്ചാര ഇടുവോ? ആണോ? അല്ല, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി?
അവര് സ്ഥാനം നോക്കാൻ അങ്ങ് പോയത് കുറെ ദൂരെ. ആ ഈ കിണർ സ്ഥാനം നോക്കി കിണർ കുഴിച്ച് വെള്ളം വന്നാലേ കെട്ടുവുള്ളൂ. ആ അതത്രേ ഉള്ളൂ. ആണോ? നീ അംഗം വെട്ടണോന്നൊക്കെ പറഞ്ഞു. അങ്കൊക്കെ വെട്ടണം. ആണോ? കൊയ്യോടം അതിൽ കൺസെഷൻ ഒന്നുമില്ലേ? ഒരു കൺസെഷനും ഇല്ല. അംഗം വെട്ടി ജയിച്ചു വന്ന ആളെ കൊണ്ട് ചേട്ടൻ എന്നെ കല്യാണം കഴിപ്പിക്കൂ. അത് ചേട്ടന്റെ ശപഥമാണ്. ആണോ? ഓ സമ്മതിക്കണം കേട്ടാ. വേറെന്തോ മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മോഹന വാഗ്ദാനങ്ങളല്ല, എനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ വന്ന ഉച്ചക്കനെ കുറിച്ച് ചില ഭാവനകൾ ഉണ്ടാവുമല്ലോ. ചേട്ടന്റെ ഭാവന കറക്റ്റാണ്. അത് അതുപോലെ തന്നെ വീരനും ശൂരനും 18 കളരിക്ക് ആശാനുമായ പടക്കുറുപ്പ് തന്നെ വരണം. ഒന്നുമില്ല പറഞ്ഞു. പടക്കുറുപ്പ്. പിന്നെ എനിക്ക് ശംഖ് കടഞ്ഞെടുത്ത കഴുത്തുള്ള ആളായിരിക്കണം. ശംഭു കഴുത്തിന് പിടിച്ച് ഉടഞ്ഞിട്ടുണ്ട്. ശംഭു അല്ല, ശംഖ് കടഞ്ഞെടുത്ത നല്ല ഭംഗിയുള്ള വടിമൊത്ത കഴുത്തായിരിക്കണം. ആണാ? പൊളിഞ്ഞു. പിന്നെ മാറത്ത് മാമ്പുള്ളി പോർച്ചുണങ്ങ് വേണം. ഈ പോർച്ചുണങ്ങ് തന്നെ വേണോ? കരിഞ്ചുണങ്ങൊക്കെ ഉണ്ട്. പിന്നെ ആള് കറുത്തിരിക്കണോണ്ട് ആ ചുണങ്ങും അത് കാണാൻ പറ്റൂല. അല്ല അപ്പൊ അങ്ങനെ ഒരാളുണ്ടോ? പിന്നെ ആള് കാണാൻ എങ്ങനെ സുന്ദരനാ? ഒറ്റ നോട്ടത്തിൽ സുന്ദരനാ. കുറെ നേരം നോക്കിക്കരുത്, എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഫീൽ ചെയ്യും. അത് സാരമില്ല. ആളുടെ പേരെന്താ? ആളിന്റെ പേര് സുന്ദരൻ തന്നെ. സുന്ദരൻ തന്നെ? അയ്യോ ആളെ കാണാൻ പറ്റുമോ? അത് വേണോ? ആ വേണം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കണ്ടോണ്ടിരിക്കോ? ചോദിച്ചു നോക്കാം, ചിലപ്പോ പറഞ്ഞുതരും. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയോ ആളാരാണെന്ന്? അയ്യോ എങ്കിലൊന്നും പറഞ്ഞു തരുമോ ആളാരാണെന്ന്? ചൂണ്ടിക്കാണിച്ചാ മതി. ഇതാ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്തൊരു ചതിയാ ചെയ്തത്. ഇതാണെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞാ പോരെ. വെറുതെ കിണറ് സ്ഥാനം. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തന്നെ ഇഷ്ടമായിരുന്നു. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോവൂല, അത് സാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോവൂല, അത് സാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങട കൈ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീക്ക് ദൂരെയെറിയില്ല സുന്ദരി പെണ്ണേ. ഒളിച്ചോടി പോകാൻ താല്പര്യമുണ്ടോ? അപ്പൊ ചേട്ടന്റെ ശബ്ദം ശബരം പോകാൻ പറ. അവരെ കൊണ്ട് കുഴിച്ചെടുത്തത്. പോവാം. ഓക്കേടാ, ഇങ്ങോട്ട് ഓടിക്കോ, നിൽക്കണ്ട. അയ്യോ 3 ഏക്കറാ ഓടിച്ചു. 10 കിലോമീറ്റർ വേണ്ടിട്ടാണോ? ഓടി ഓടി മനുഷ്യന്റെ പദം ഇവിടെ ഇവിടെ കുത്താം. എന്താ ഇവിടെ കുത്താം. എന്താ നല്ല മധുരമാ മണ്ണിന്. അവിടെ കണ്ട് എലി മൂത്ത് കഴിക്കണതാ. പക്ഷെ മണ്ണിന് നല്ല മധുരമാണല്ലോ. അതെനിക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ടാണ് മധുരം. ഉറപ്പിച്ചോ? അപ്പൊ ഇവിടെ കുത്താൻ നോക്ക്. ഓക്കെ ആയിക്കോട്ടെ. എന്റെ കൂടെ വന്നൊരുത്തനുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പിറന്നോളൂ. കുഴിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാം. ആ പെണ്ണിനോടുള്ള വെള്ളം ഇങ്ങനെ. സുന്ദരോ? അയ്യോ അമ്മാവോ. ഓ ഞാൻ അവളെ കാണുന്നില്ല. അവൾ അവിടെ എവിടെയെങ്കിലും കാണും. അതല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന്? അവളാ കിണർ കൂത്താൻ വന്നില്ലേ, അത് അല്പം പോയെന്ന്. ഒളിച്ചോടി പോയാ? എന്റെ ദൈവമേ, എന്തായാലും പ്രാർത്ഥന വലിച്ച് ഒളിച്ചോടി പോയാ? അപ്പൊ കിണർ കുത്തിയില്ല, അതിനു മുമ്പ് അവിടെ കല്യാണം നടന്നല്ല. ഇനിയെങ്കിലും നീ എന്റെ മകളൊന്ന് കല്യാണം കഴിക്ക്. എന്റെ അമ്മാവ ഇങ്ങനെ എന്നോട് വേണം. ഇനി ആ ഒളിച്ചോടി പോയവരെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ അമ്മാവന്റെ മോളെ കെട്ടുള്ളൂ. ഇതെന്റെ ശബ്ദം. അപ്പൊ എന്റെ മകളുടെ കാര്യം ഗോവിന്ദ. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ചിരിക്കാഴ്ചകളിലേക്ക് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ഇനി അടുത്ത വിശേഷത്തിലേക്ക് വരാം. സുധി വാത്മീകം. അതാണല്ലോ ഇപ്പൊ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ ട്രailer ഒന്ന് കണ്ടാലോ? സിനിമയുടെ ഫസ്റ്റ് ക്വാളിറ്റി പിന്നെ
മ്യൂസിക് ഡൗൺ ടു എർത്താണ്. സ്കൂളിലേക്ക് ഞാനൊരു വരവ് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം ഋതിക് റോഷനോട്. ഇതുപോലല്ല കഥ പറയുമ്പോൾ മമ്മൂക്കെ പോലെ. എന്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളെൻ മനസ്സിൽ ചിരി തൂകും പോലെ. ഐ ലവ് യു. ഈ അംബാനിയുടെ മോൻ, എനിക്ക് അവനെ വിലയില്ല, പക്ഷെ ഷാറുഖ് ഖാൻ അവൻ കൊള്ളാം. If you give me an opportunity, I will put my life into it. Will you marry me? Bye. Today, I am the voice. Today, I am the warrior. And today, my life will be changed forever. ഈ സൂസു ഇനിഷ്യല ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഈ സിനിമ ഒന്ന് റിലീസ് ഇന്നായാൽ കൊള്ളാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അത്രയും നല്ല രസകരമായിട്ടുള്ള ട്രെയിലറാണ്. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഗംഭീരമാകട്ടെ സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരട്ടെ. ഇനി ഒരു പ്രത്യേകതരം റൗണ്ടാണ്. GK ഒക്കെ നല്ല അറിവാണല്ലോ അല്ലേ? ഭയങ്കര അറിവാ. ആണോ? ഓക്കെ. അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പേരെന്താ? അങ്ങനെ ഉണ്ടോ? ചിരിക്കണ എന്തേ? പ്രസിഡന്റിന്റെ പേരെന്താ അറിയില്ല? അത്തരം കഠിനമുള്ള ക്വസ്റ്റ്യങ്ങളൊന്നും അല്ല ഇത്. പിന്നെ എന്താ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ ചിരിപ്പിക്കുന്ന ഉത്തരങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉത്തരങ്ങളും ചിരിപ്പിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. റെഡി? ചോദിച്ചോളൂ. നമ്മൾ ആദ്യത്തെ ചോദ്യം. വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ്. പക്ഷെ വെളുപ്പ് കണ്ടാൽ നമ്മുടെ സമാധാനം പോകും. അതെപ്പോഴാ? അറിയോ? വെളുക്കാൻ തേച്ചത് പാണ്ടായാലത്. അതല്ല, വേറൊരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ മുടി നരയ്ക്കുമ്പോ. വെരി ഗുഡ്. മുടി നരയ്ക്കുമ്പോ ഉത്തരം കറക്റ്റ് ആട്ടോ. മുടി നരയ്ക്കുമ്പോ നമ്മളെ അയ്യോ, ഒരു വെളുത്ത മുടി വന്നാൽ നമുക്ക് ടെൻഷൻ ആവില്ലേ? ഇല്ലേ സുരേഷ് ചേട്ടാ? അപ്പൊ ഉത്തരം കറക്റ്റ് ആണ്. ആദ്യത്തെ ഉത്തരം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ഏതാണ്? ഡാൻസർ ആണ്. ഉത്തരം പറയണം. ബ്രേക്ക് ഡാൻസ്. ഇതൊക്കെ ഇത്രയും വലിയ വലിയ ഉത്തരങ്ങൾ കൊണ്ട് നടക്കുകയാണല്ലേ ഈ തലയിൽ. അതെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. രണ്ട് ഉത്തരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സമ്മാനമുണ്ടോ? സമ്മാനമുണ്ട്. അവസാനം നമ്മള് അവസാന സമ്മാനം. എന്റെ അടുത്ത ചോദ്യം ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മാത്സ് ആണ്. 7 ആപ്പിൾ 5 പേർക്ക് എങ്ങനെ തുല്യമായി വീതിച്ചു കൊടുക്കാൻ പറ്റും? 7 ആപ്പിൾ ഉണ്ട്. ഈ 7 ആപ്പിൾ 5 പേർക്ക് എങ്ങനെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റും? ഞാൻ സത്യം പറഞ്ഞ മാത്സ് പഠിക്കാനുള്ള മടി കാരണമാണ് ആയുർവേദത്തിന് ചേർന്നത്. അതുകൊണ്ട് ഇത്രയും കടുപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ച്. ഇനി ഒരു ക്ലൂ തരാം. ഇത് കണക്കൊന്നല്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ ഉത്തരം കിട്ടും. ഒരു രസകരമായിട്ടുള്ള ഒരു ഉത്തരാണ്. കണക്കൊന്നല്ല. കണക്ക് ചോദിച്ചത്. ബുദ്ധിണ്ട് മോനെ. ജ്യൂസ് അടിച്ചു കുടിക്കണം. കറക്റ്റ്. വെരി ഗുഡ്. നല്ല ജ്യൂസ് അടിച്ചിട്ട് ഗ്ലാസ്സിൽ വെച്ച് അളന്ന് കൊടുക്കണം. അത് നീർത്തുള്ളൂ. അതെ, കറക്റ്റ് അല്ലേ? കറക്റ്റ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം. ഒരു പെൺകുട്ടിയെ സ്ത്രീയാക്കി മാറ്റുന്ന 3 അക്ഷരം ഏതാണ്? പെൺകുട്ടിയെ സ്ത്രീയാക്കി മാറ്റുന്ന 3 അക്ഷരം. നമുക്കിപ്പോ കാണുമ്പോ ഒരു പെൺകുട്ടിയായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയാവും. എന്താണ് 3 അക്ഷരമാണ് ഒരു പെൺകുട്ടിയെ സ്ത്രീയാക്കി മാറ്റുന്നത്? അതെന്താ? മാജിക്? കല്യാണം. പെൺകുട്ടിയെ സ്ത്രീയാക്കി മാറ്റുന്നത്. പെൺകുട്ടിയെ അമ്മയാക്കി മാറ്റുന്ന എന്നല്ല ചോദിച്ചത്. പെൺകുട്ടിയെ സ്ത്രീയാക്കി, പെൺകുട്ടിയെ അമ്മയാക്കി മാറ്റുന്ന കാര്യമല്ല കേട്ടോ. ക്ലൂ തന്നെ പറഞ്ഞു. ഒരു വശം പെൺകുട്ടിയാവും, പിന്നെ കാണുമ്പോ സ്ത്രീയാവും. അത് നമ്മൾ പെൺകുട്ടി പറയുമ്പോ പിന്നെ കൊറേ കഴിഞ്ഞ് പറയുമ്പോ സ്ത്രീ എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ ക്ലൂ. എന്റെ ക്ലൂ തെറ്റാണെങ്കിൽ കറക്റ്റ് ആണ്. ഞാനിപ്പോ ആലോചിച്ചു. അത് അവര് പറയുകയും ചെയ്തു. വയസ്സ്. ബ്രില്യന്റ് ക്വസ്റ്റ്യൻസ് അല്ലേ സുരേഷ്? എനിക്ക് വയ്യ. ഇനി അടുത്തത് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ.
ഒരാൾക്ക് 4 ആൺമക്കളുണ്ട്. ഓരോ ആൺമക്കൾക്കും ഓരോ സഹോദരിമാരും. എങ്കിൽ അയാളുടെ മക്കളുടെ എണ്ണം എത്ര? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? ഒരാൾക്ക് 4 ആൺമക്കളുണ്ട്. ഓരോ ആൺമക്കൾക്കും ഓരോ സഹോദരിമാരും. എങ്കിൽ അയാളുടെ മക്കളുടെ എണ്ണം എത്ര? നിങ്ങളുടെ അടുത്തല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടെ ചോദ്യം ചോദിക്കണം, അവിടെ ഉത്തരം പറയണു. ഞാൻ പറഞ്ഞു അപ്പഴത്തേക്ക് കേട്ടില്ലല്ലോ. ഉത്തരം കേട്ടോ? എന്താ പറഞ്ഞേ? 5. അതെങ്ങനെ? ഓരോ സഹോദരന്മാർക്കും ഒരു സഹോദരി സ്വന്തം സഹോദരി പോലെയല്ലേ? ഓരോ സഹോദരി പോലെയല്ലേ? അപ്പൊ ടോട്ടൽ 4 ആൺമക്കളും ഒരു പെൺകുട്ടി. 5. ഇത് നിങ്ങളാണ് ഉത്തരം പറഞ്ഞു തോന്നുന്നു. ഞാൻ അറിയാണ്ട് ചോദിച്ചു. എന്തായാലും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പറയൂ, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പറയൂ. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നല്ലതായിരുന്നു. ബാക്കി ഇത്തിരി നമുക്ക് അറിയാത്തതുകൊണ്ട് അത് പോരാ. അപ്പൊ ഈ ഒരു പങ്ക്തി അവസാനിച്ചിരിക്കുകയാണ്. സമ്മാനം കൊടുക്കൂ സുരേട്ടാ. സമ്മാനം സുദീപ് ആത്മീയത്തില് ഒരു ടിക്കറ്റ് തരും കേട്ടോ. ഇവിടെ തന്നെ വാങ്ങിക്കോണം. ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനു മുമ്പ് ഡബ് സ്മാഷ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു സീൻ പറഞ്ഞോ, അതിപ്പോ ഇവിടെ ചെയ്യും. ഞാൻ എവിടെ കിടക്കണ്ടേ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എടോ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. എന്താണ്? എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തല വെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോളിൽ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ആ ശരി, ശരിക്കും മുതലാളി. അങ്ങനെ ദിലീപ് ഏട്ടനും സലീം ഏട്ടനും അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ ചേട്ടനുമായിട്ടുള്ള ഒരു സീനാണ് ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡബ് സ്മാഷ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഓഡിയൻസിലെ ഒരു 2-3 പേരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവർക്ക് പാട്ട് പാടണമെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു. ഇവിടെ പാടാൻ കഴിവുള്ള ഒരു 2-3 എത്ര പേര് വേണോ വന്നോളൂ. വരും. നമസ്തേ, എന്താ പേര്? അമീന. ഏതാ സ്കൂള്? മെഡിടെക് പാരാമെഡിക്കൽ കൊണ്ടോട്ടി എന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരു നാടൻ പാട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്. എങ്ങനെ നിങ്ങൾ കളിച്ചോണ്ടാണോ പാടുന്നത്? ഓക്കെ, ആ ഒരു വെറൈറ്റിയാണ്. റെഡി? പഠിക്കുള്ളൂ. ചെസ് നമ്പർ 327 നാടൻ പാട്ട് മത്സരം. ആദി പിറന്ന മുത്തപ്പന്മാരെ, കുലോം പിറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ. 4 കോടി 42 ഈശ്വരന്മാര് തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. 4 കോടി 42 ഈശ്വരന്മാര് തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. ആടാടാടോ ആടാടും ദേവികളെ, ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണേ. കാലിലൊരു കാൽച്ചിലമ്പ് കെട്ടിച്ചിട്ടാടുമ്പോഴേ, ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണേ. കാലിലൊരു കാൽച്ചിലമ്പ് കെട്ടിച്ചിട്ടാടുമ്പോഴേ, ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണേ.
അസലായിരുന്നു കേട്ടോ, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മെഡിടെക് പാരാമെഡിക്കൽ കൊണ്ടോട്ടി ആ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഒരു പ്രത്യേക സല്യൂട്ട്. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ചിരിക്കാഴ്ചകളിലേക്ക് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. ഞാൻ എവിടെ കിടക്കണ്ട? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കം വരില്ല. എടോ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. എന്താണ്? എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോളിൽ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ശരി, ശരിക്കും മുതലാളി. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. വെൽക്കം ബാക്ക് ടു ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. എന്താണ് ഇനി നമ്മുടെ പ്രിയങ്കരായ പ്രേക്ഷകരോട് പറയാനുള്ളത്? എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്, അപ്പോൾ എല്ലാവരും പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക, വിജയിപ്പിക്കുക, പ്രാർത്ഥിക്കുക. എന്തായാലും സ്വാതിയുടെ കാൽവയ്പ് അതിഗംഭീരം തന്നെയാണ്. രഞ്ജിത്ത് ശങ്കറിനെ പോലുള്ളൊരു കിടിലൻ ഡയറക്ടർ, അതുപോലെ തന്നെ ജയസൂര്യ. എന്തായാലും സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. സുധി വാത്മീകം. ഒന്ന് പെട്ടെന്നൊന്ന് പേര് പറഞ്ഞ് സ്പീഡിൽ. അതാണ്, ചിലർക്ക് ഇങ്ങനെ വിൽക്കൊണ്ടിരിക്കും, വിൽക്കണ്ട. ഉഗ്രൻ സിനിമയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ആക്ടറോ അതൊന്നുമല്ല, ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നുമല്ല, എനിക്ക് ലോകമറിയപ്പെടുന്ന ഒരു ഡാൻസറായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലെജൻസുകളുടെ ഡാൻസിൻ്റെ പത്മ സുബ്രഹ്മണ്യം, പിന്നെ മല്ലിക സാരാഭായ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ലോകമെമ്പാടും ഓരോ കുഞ്ഞുങ്ങളും തിരിച്ചറിയുന്ന വലിയൊരു പ്രതിഭയായി മാറട്ടെ എന്ന് അങ്ങേയറ്റം ആശംസിക്കുന്നു. ഒപ്പം സിനിമ വിടരുത് കേട്ടോ, കിട്ടുന്ന വേഷങ്ങളെല്ലാം ഇതുപോലെ തന്നെ അസലാക്കി അവതരിപ്പിക്കണം. ഓക്കെ, എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.